സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി കവചം തീർക്കാം എന്ന പേരിൽ കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മുനിസിപ്പൽ തല ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കുന്നംകുളം ACP CR സന്തോഷ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാൻ, കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ, ഡെപ്യൂട്ടി തഹസിൽദാർ തോംസൺ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, സജിനി പ്രമൻ, PK ഷിബിർ, കക്ഷി നേതാക്കളായ ബിജു C ബേബി, KK മുരളി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PG ജയപ്രകാശ്, PI തോമസ്, KS രാജേഷ്, VG അനിൽ, നഗരസഭാ സെക്രട്ടറി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ കുന്നംകുളത്ത് കുറച്ച് കുറവാണ്. ഇതിന് ഡിമാൻഡും കൂടുതലാണ്, വിലയും കൂടുതലാണ്. കാരണം ഇവിടെയുള്ള സ്ഥിരമായിട്ട് ഇത് കൊണ്ടുവരുന്നവരെല്ലാവരും ഒരു 5-8 പേര് ജയിലിലാണ്. അതുകൊണ്ട് തന്നെ കുന്നംകുളം ഈ മേഖലകളിൽ വളരെ വില കൂടുതലാണിപ്പോൾ. അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ കുട്ടികൾക്ക് തോന്നും ചെയ്യും. കാരണം ബാംഗ്ലൂർ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയത് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം 8-9 വർഷം അതിനപ്പുറം കിടക്കാറില്ല സാധാരണ രീതിയിൽ. പിന്നെ തിരിച്ചുവരവും വളരെ ബുദ്ധിമുട്ടാണ്. തുടക്കം കാണുന്ന പല യോഗങ്ങളും പിന്നീട് അതിൻ്റെ ഊർജ്ജസ്വലത കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരം യോഗങ്ങളുടെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ ലഹരി എന്ന മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് 100% വിശ്വാസമുള്ളത്. കാരണം ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിലെ മുഴുവൻ വാർഡിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി വാർഡ് തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ CDS ഭാരവാഹികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രധാനാധ്യാപകർ, PTA ഭാരവാഹികൾ, അങ്കണവാടി ജീവനക്കാർ, വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു.